അറേബ്യൻ മണലാരണ്യങ്ങളെ തഴുകി വരുന്ന കാറ്റിന് ഇന്നും ഒരു പ്രണയത്തിന്റെ മണമുണ്ട്. നിലാവും നക്ഷത്രങ്ങളും സാക്ഷിയായ കാലങ്ങൾക്കും മായ്ക്കാൻ കഴിയാത്ത ആത്മബന്ധത്തിന്റെ കഥ. ലൈലയുടെയും മജ്നുവിന്റെയും കഥ. ഖൈസ് എന്ന ചെറുപ്പക്കാരൻ ആദ്യമായി ലൈലയെ കാണുന്നത് അവരുടെ പാഠശാലയിൽ വച്ചായിരുന്നു. മരുഭൂമിയിലെ ദാഹിച്ചു വലഞ്ഞ ഒരു വഴിപോക്കന് പെയ്യുന്ന ആദ്യ മഴത്തുള്ളി പോലെ ലൈലയുടെ ആഴമുള്ള കണ്ണുകളിലേക്ക് നോക്കി ആ നിമിഷം ഖൈസിന്റെ ഹൃദയം അവളുടേതായി മാറി. അവർ തമ്മിൽ സംസാരിച്ച വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിച്ചത് അവരുടെ മിഴികളായിരുന്നു. പ്രണയം അവന്റെ ഉള്ളിൽ ഒരു കടലായി ഇരമ്പി പൊന്തി. ഒരിക്കൽ ലൈലയുടെ ഭംഗിയിൽ കണ്ണു നട്ടുനിന്ന ഖൈസ് തന്റെ കയ്യിലെ പഴുത്ത ഫലം മുറിക്കാൻ ശ്രമിക്കവേ ശ്രദ്ധയത്രയും ലൈലയിലായതിനാൽ കത്തികൊണ്ട് സ്വന്തം വിരലുകൾ മുറിഞ്ഞുപോയി. രക്തം വാർന്നൊഴുകിയിട്ടും വേദന അറിയാതെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ വേദനയേക്കാൾ വലുതാണ് ഈ വിരലുകൾക്കിടയിലൂടെ ഞാൻ കാണുന്ന നിന്റെ മുഖം. പ്രണയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ആ കാഴ്ച. ലൈലയോടുള്ള ഭ്രാന്തമായ അനുരാഗം കാരണം കാവ്യങ്ങളിലൂടെയും തെരുവുകളിലൂടെയും അവൻ പാടി നടന്നു. അങ്ങനെ ആളുകൾ അവനെ ഭ്രാന്തൻ എന്നർത്ഥമുള്ള മജ്നു എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നാൽ വിധിയുടെ കറുത്ത കരങ്ങൾ ആ പ്രണയത്തിന് കുറുകെ നിന്നു. ഗോത്രങ്ങളുടെ ശത്രുതയും പദവിയും കാരണം ലൈലയുടെ പിതാവ് അവളെ വേറൊരാൾക്ക് നിർബന്ധിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു. ലൈല കണ്ണീരോടെ നിലവിളിച്ചു, എന്റെ ശരീരം വേറൊരാൾക്ക് സ്വന്തമാക്കാം, പക്ഷെ എന്റെ ആത്മാവ് എന്നേ മജ്നുവിൻ്റെതായി കഴിഞ്ഞു. പ്രണയിച്ചവളെ കാണാനാകാതെ മജ്നു തന്റെ വസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് അറേബ്യൻ മരുഭൂമിയിലെ വിജനതയിലേക്ക് ഓടിപ്പോയി. അവൻ നഗ്നവാദനായി ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലൂടെ അലഞ്ഞു തിരിഞ്ഞു. അവന്റെ കവിതകൾ കേട്ട് അവന്റെ പ്രണയത്തിന്റെ ആഴമറിഞ്ഞ് വന്യമൃഗങ്ങൾ പോലും ആക്രമിക്കാതെ അവന് കൂട്ടായി നിന്നു. മരങ്ങളിലും മണ്ണിലും പാറക്കെട്ടുകളിലും അവൻ ലൈല ലൈല എന്ന് കോറിയിട്ടു. അങ്ങകലെ കൊട്ടാര ചുമരുകൾക്കുള്ളിൽ ലൈലയുടെ ഹൃദയത്തിലും മജ്നു മാത്രമായിരുന്നു. അവനില്ലാത്ത ലോകത്ത് ജീവിക്കാനാകാതെ രാത്രികളിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ വിരഹവേദനയിൽ വെന്തുരുകി ലൈല ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഹൃദയഭേദകമായ വാർത്തയറിഞ്ഞ മജ്നു നെഞ്ചുപൊട്ടി നിലവിളിച്ച് ഓടിയെത്തിയത് അവളുടെ ഖബറിടത്തിനരികെയായിരുന്നു. അവളുടെ ഖബറിലെ മണ്ണിൽ തലവച്ച് വിറയ്ക്കുന്ന കൈകളാൽ ആ മണ്ണ് നെഞ്ചോടടക്കി അവൻ അവസാനമായി ഒന്ന് വിതുമ്പി, എന്റെ ലൈല, ഈ ലോകം നമ്മളെ അകറ്റി, പക്ഷേ മരണം നമ്മളെ ഒന്നാക്കുകയാണ്. ഇനി നമ്മളെ വേർപിരിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. എന്റെ പ്രണയമേ, ഇനി നമ്മളെ ആർക്കും വേർപിരിക്കാനാവില്ല. ആ മണ്ണിൽ കിടന്നു തന്നെ മജ്നുവും തന്റെ അവസാന ശ്വാസം വലിച്ചു. ശരീരങ്ങൾ മണ്ണോട് ചേർന്നെങ്കിലും ആ മരുഭൂമിയിലെ ഓരോ മണൽത്തരിയിലും രാക്കാറ്റിലും അവരുടെ പ്രണയം ഇന്നും ജീവിക്കുന്നു. പ്രണയം വെറും ഒരു വാക്കല്ല, അത് രണ്ട് ആത്മാക്കൾ ഒന്നാകുന്ന അനുഭൂതിയാണെന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത അമര പ്രണയം ഇന്ന് ആ മരുഭൂമിയിലെ നിശബ്ദതയിൽ കാതോർത്താൽ ലൈലയുടെ വിതുമ്പലും മജ്നുവിന്റെ പ്രണയഗീതങ്ങളും കേൾക്കാം. മരണത്തിനും അപ്പുറത്തേക്ക് പടർന്നു പന്തലിച്ച ആ പ്രണയം പ്രണയിക്കുന്ന ഓരോ മനസ്സിലും ഒരു വെളിച്ചമായി എന്നും ജ്വലിച്ചു നിൽക്കും. പ്രണയം വെറും ഒരു വാക്കല്ല, അതിരുകളില്ലാത്ത രണ്ട് ആത്മാക്കളുടെ പുനഃസമാഗമമാണെന്ന് കാലത്തിന് കാട്ടിക്കൊടുത്ത അമരപ്രണയം. മനുഷ്യർ തീർത്ത അതിരുകളും ഗോത്രങ്ങളുടെ അഹങ്കാരവും തോറ്റുപോയത് അവിടെയായിരുന്നു. അവർക്ക് അവരുടെ ശരീരങ്ങളെ മാത്രമേ അകറ്റാൻ കഴിഞ്ഞുള്ളൂ. പ്രണയത്തിന്റെ അന്ത്യം മരണമല്ല, മറിച്ച് അത് അനന്തതയിലേക്കുള്ള തുടക്കമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് വരച്ചു കാട്ടിയ ലൈലയും മജ്നുവും കാലം മായ്ക്കാത്ത നക്ഷത്രങ്ങളായി ഇന്നും ആകാശത്ത് തിളങ്ങി നിൽക്കുന്നു.